ഗൈസ് പുറത്ത് നല്ല ഇരുട്ടാണ്. 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴ കേട്ടോ ഹൈദരാബാദിൽ. അപ്പോൾ നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. നല്ല കണ്ടിന്യൂ മഴയായിരുന്നു. അതന്നെ നല്ല എന്താണെന്ന് പറയുക, ഒരു ലേസി ഡേ എന്ന് പറയാം. അത്രയ്ക്കും മടി തോന്നുന്ന ഒരു ദിവസം. അപ്പോൾ ഇന്നിതാ ഇന്നിപ്പോൾ എണീറ്റ് ഇപ്പോൾ ചായ ഉണ്ടാക്കി തന്നപ്പോൾ അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെറിയൊരു പണിയുണ്ട്. നമുക്ക് കിളികളെ കൂടെ ആകെ ഇതായി കിടക്കുകയാണ്. കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കും. ഇന്ന് രാവിലെ എണീറ്റ പാടെ തന്നെ എനിക്ക് അവരെ കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ പാടെ ഞാൻ അവരെ പോയി നോക്കും എന്നും. അപ്പോൾ ഇന്ന് കണ്ടില്ലേ പുറത്തെ അവസ്ഥ ഇതാണ്. മഴ ഇപ്പോൾ ജസ്റ്റായിട്ടൊന്ന് നിന്നിട്ടുണ്ട്, പക്ഷെ നല്ല മഴയായിരുന്നു, കണ്ടിന്യൂ മഴ. ഇതാ വെള്ളം കെട്ടി നിൽക്കുന്ന റോഡുമ്മലൊക്കെ. അപ്പോൾ കൂടെ കണ്ടില്ലേ എല്ലാവരും ഉണ്ട് കേട്ടോ, ആക്റ്റീവാണ്. ഇപ്പം ഇവർക്കും നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ മൂടി പിടിച്ച് കെട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒക്കെ കൂട് കുറേ വൃത്തികേടായി കിടക്കണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഉള്ളിൽ കയറിയിട്ട് തന്നെ മൊത്തമായിട്ട് വൃത്തിയാക്കണം. എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. സിസ്റ്റത്തിൽ കുറേ പണിയുണ്ട്, വർക്കുണ്ട്. പക്ഷേ വരക്കെടുക്കാനുള്ള യാതൊരു മൂടല്ല. ഭയങ്കര ഉറക്കക്ഷീണം തോന്നുന്നു എനിക്ക്. ഇന്നത്തെ ദിവസം അത്രയ്ക്കും ഇരുട്ട് മൂടിയൊരു ദിവസമാണ്. അപ്പം എന്തായാലും കുറച്ച് ചെയ്തേ മതിയാവും. വർക്ക് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ക്ലീൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഇത് ചെയ്തിട്ട് ഞാൻ അത് ക്ലീൻ ആക്കാൻ തിരിയാന്ന് വിചാരിച്ചിട്ടിപ്പോൾ ഇരിക്കുകയാണ് ഇവിടെ. അതേപോലെ ഗായ്സ് ഇന്ന് ബാർബർ ഷോപ്പ് പോകണമെന്ന് വിചാരിച്ചിരുന്നു. മുടിയും താടിയൊക്കെ ഒരുപാട് നീണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച ദിവസമായിരുന്നു. പക്ഷേ ഇന്നത് നടക്കും തോന്നുന്നില്ല. വർക്കിംഗ് ടേബിളിൻ്റെ അവസ്ഥയാണ് കാണുന്നത്, കണ്ടില്ല. ഒന്നും ഒരു ക്ലീനില്ല, ഒക്കെ എങ്ങനെയായി കിടക്കുകയാണ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ അതൊക്കെ ചെയ്യാനുള്ളൊരു ഏതായാലും ഇന്ന് തന്നെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കിളീൻ്റെ കൂട് വൃത്തിയാക്കാൻ വേണ്ടി ഇതിൻ്റെ താഴെ വിരിക്കാൻ നമുക്ക് ഇങ്ങനത്തെ കവറ് വേണം. അപ്പോൾ ഒരു കവർ എനിക്ക് കിട്ടി. രണ്ടാമത്തെ കവർ ഞാൻ എടുത്തപ്പോഴത്തേനും അത് ബാഗിൻ്റെ കവർ അറിഞ്ഞിട്ട് വാങ്ങി വെച്ചിട്ടോ നമ്മളാൾ. അപ്പോൾ ഇതെനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇനി വേറെ കവർ എനിക്ക് ഒന്നേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും 2-3 കവറൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെ വിരിക്കാൻ പറ്റുള്ളൂ. കൂടിൻ്റെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. വെരി നൈസ്. അപ്പോൾ ഒന്നുകൂടെ കിട്ടി, 2 എണ്ണമായി. ഒന്ന് ഇവിടെ അടുത്തന്നെ റൂമിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ആമിൻ്റെ ഡ്രസ്സാണ് ഇതിലുള്ള. അപ്പോൾ ഇത് ഓള് വരുന്നതിന് മുന്നേ ഇത് കാലിയാക്കി എടുക്കാം നമുക്ക്. അല്ലാതെ വേറെ നിവർത്തിയില്ല. എനിക്ക് വേറെ കവറൊന്നും, വലിയ കവറുകൾ വേണം, എന്നാലേ അത് നല്ല ഇതിൽ വൃത്തിയാക്കി വിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഒരു ടെമ്പററി ആയിട്ട് വിരിക്കാനാണ്. കാരണം ഒരു 2-3 ഒരാഴ്ചയിൽ ഞാൻ പിന്നെ വീണ്ടും ക്ലീൻ ആക്കും. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് പിന്നെ വീണ്ടും പുതിയ കവറ് നമുക്ക് അടിയിൽ വിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് നല്ല ഇതായിട്ട് വാങ്ങിയിട്ടൊന്നും വിരിക്കേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ളത് തന്നെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കവർ താഴെ വിരിച്ചു കൊടുക്കാം. നമുക്ക് ഒരു കവറോടെയും കണ്ടുപിടിച്ചിട്ടോ, അത് അവിടെ മുകളിൽ കിടക്കുന്നുണ്ട്. അതും കൂടെ കിട്ടിയാൽ നമുക്ക് കാര്യം എളുപ്പമായി. ഇങ്ങോട്ട് എത്തൂല, അതുകൊണ്ട് അവിടേക്ക് എത്താൻ പ്രയാസമാണ് ഗൈസ്. അപ്പം ഇങ്ങനെ ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് എന്താണ് ഇതിലെ സംഭവം എന്നുള്ളത് എനിക്കതിനെ അറിയില്ല കേട്ടോ. ഇതിനെന്തോ പാർസലാണ്. ഇതെന്തോ ഒരു പാർസലുകൾ ആമി വരുത്തി വെച്ചതാണത്. ഓൺലൈനിൽ നോക്കട്ടെ, ഇത് കാലിയാണോ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതിലൊരു ബാഗാണ് കിടക്കുന്നത്. നമുക്ക് ഈ ബാഗ് ഇവിടെ അലമാരൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ കവർ നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ 3 കവറായി. ഇത് മതിയോ 3 കവർ? ഒരു കവറൂടെ കിട്ടിയാലും ഉഷാറായിരുന്നു. കവറൂടെ വേണം. അതിന് നമ്മൾ ഈ ബാൽക്കണീൻ്റെ മുകളിൽ, ടെറസിൻ്റെ മുകൾ സൈഡിലേക്ക് വന്ന ഇവിടെയാണ് നല്ല ഇരുട്ടാട്ടോ. ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ബൾബ് ഒരു ഓക്കെ. ഇവിടെ ആകെ അലങ്കോലായി കിടക്കുകയാണ്. ഇവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇല്ല. പോവാം. തിരഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഡ്രസ്സ് ഇവിടെ വെച്ചിട്ട് ഇത് തന്നെ എടുക്കാം. ആമി വന്നിട്ട് സെറ്റാക്കി എവിടെയെങ്കിലും വെച്ചോളും ഡ്രസ്സ്. അപ്പോൾ ഇതാണ് ഓക്കെ. അപ്പം നമുക്ക് 4 കവറായിട്ടോ.
ഞാൻ ഡ്രസ്സൊന്ന് ജസ്റ്റ് മാറ്റിയിട്ടോ, കാരണം അതിൻ്റെ ഉള്ളിൽ ഫുൾ അയക്കായിരിക്കും. അപ്പോൾ നല്ലത് ഇട്ടാൽ ഫുള്ള് കേടായി കിട്ടും ഡ്രസ്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് മാസ്ക് ഇടാം. മാസ്ക് ഇടുന്നത് എന്തിനാ വെച്ചാൽ, അപ്പോൾ മാസ്ക് ഇടുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് അതിനുള്ളിൽ നല്ല ധൂളായിരിക്കും, അതായത് എന്താ പറയുക, പൊടി. അത് അലർജി ആവാതിരിക്കാനാണ് ഞാൻ മാസ്ക് ഇട്ടത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. പേടിച്ചിട്ടെല്ലാം കൂടെ പെട്ടെന്ന് നമ്മൾ ഇവരുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഭയങ്കര പേടിയായിട്ടാണ് ഇവർക്ക്. ചെറിയ സൗണ്ടാണെങ്കിലും നല്ല പെട്ടെന്ന് പേടിക്കും. ഏതെങ്കിലും കിളികൾ ഇതിൻ്റെ അടുത്തൂടെ പറന്ന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഈ നെറ്റുമേൽ വന്നിട്ട് ഇവിടെ വന്നിരുന്നാലും ഭയങ്കര പേടിയായിരിക്കും കേട്ടോ. നല്ല സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് സിഗ്നൽ തരും. നമ്മളിവിടെ വന്ന് നോക്കിയാൽ ഈസ് ഓക്കെ, ഒരു കുഴപ്പമുണ്ടാകും. ഈ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുക, കാരണം ഞാൻ ഉള്ളിൽ കയറുമ്പോൾ അവരെന്താ വെച്ചാൽ പേടിച്ചിട്ട് ഇങ്ങനെ ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ വിൻഡോൻ്റെ മുകളിൽ ഇവിടെ വന്നിട്ട് അവർക്ക് ഇരിക്കുക സുഖമായിട്ട്. അതിന് ഞാനിത് ഓപ്പൺ ആക്കി. ഞാനിത് ഉള്ളിൽ കയറിയിട്ടോ, എല്ലാവരും നമ്മുടെ മുകളിൽ കണ്ടില്ലേ, മുകളിലാണ് നിൽക്കുന്നത്, പേടിച്ചിട്ട് നിൽക്കുക. എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ട്. ഇവർക്ക് അറിയാം ഞാൻ ക്ലീൻ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. ഇതാണിത്, ചെറുതാണ്. ഇത് ഇന്നലെ കൂട്ടുന്ന പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ തീരെ പരിചയമല്ല. ഇതിനെ നമുക്ക് അവിടെ നിന്നോട്ടെ, അവിടെയാണ് സേഫ്റ്റി. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിൽ കൊണ്ടുവരാം. ഇരിക്കുന്നുണ്ടോ? ഇത് പരിചയമില്ല കേട്ടോ. ഇതും കുട്ടിയാണ്, ചെറുത് ഇന്നലെ ഇറങ്ങിയതാ കൂട്ടുന്ന. ഓക്കെ, പൊക്കോ നോ ഗോ 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 ഗോ. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഇതാ പേടിച്ചിട്ട് അവിടെ പോയി ഇരിക്കുന്നതാ. കുറച്ച് അവിടെ ഉണ്ട്, കുറച്ച് ഇതിൻ്റെ ഉള്ളിലാണ്. ഒരുവിധം അപ്പോൾ നമ്മളെ ക്ലീനിങ് കഴിഞ്ഞിട്ടോ. ഒരുപാട് അയക്കായിരുന്നു, 30-40ഓളം കിളികളുള്ള ഒരു കൂടാണ്. അപ്പോൾ എൻ്റെ പല്ലിനെ കണ്ട് പേടിച്ച സൗണ്ടാണ് ആ കണ്ടില്ലേ. അപ്പോൾ ഒരു 30-40ഓളം പിന്നെ കിളികളിലെ കൂടാകുമ്പോൾ എത്രമാത്രം ഇതുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ക്ലീനിങ് ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തു. അപ്പോൾ ഒരുവിധം ഇപ്പോൾ കഴിഞ്ഞ്. ഇവർ രണ്ടുപേരും ഉള്ളിലിട്ടില്ല കേട്ടോ, അതുവരെ പുറത്തുതന്നെ ആയിരുന്നു. അതിന് उसको भी दो वाला जो ना, ये बिल्कुल येलो काटेगा, लेकिन वो नहीं काटता. बस डाल. देखो ये ഇത് പോവാൻ ആഗ്രഹിക്കില്ല കേട്ടോ. വീട്ടില് കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. വിട്ടോ, छोड़ दो, चले जाए. उसके ऊपर रख दो, उसके ऊपर रख दो. जाओ, छोड़ नहीं रहा हो मेरा हाथ. जाओ. अरे വന്നിരിക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും. അവരെ ഇതാണ് ഡാഡ് ആൻഡ് മാ. ഇവരെ അച്ഛനും അമ്മയാണ് വന്നത് നോക്കിയത്. ഓക്കെ ഗൈസ്, ഇവർ ഞാൻ കൂട് വൃത്തിയാക്കുന്ന അതായതുകൊണ്ട് വൈകുന്നേര സമയത്തുള്ള ഫുഡ് ഇവർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് സവർ ചെയ്തിട്ടുണ്ട്. എന്നും വൈകുന്നേരം ഇവർക്ക് ഫുഡ് കൊടുക്കണം, രാവിലെ വൈകുന്നേരം പിന്നെ കൂട്ടിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഇപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചിരുന്ന ഗോതമ്പാണ്. ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ തിന്നൻ്റെ പോലെ തന്നെ ഇത് നല്ലോണം കഴിക്കും. അപ്പോൾ ഇത് അവർക്ക് കൊടുക്കുക. അവിടെ എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുക്കാൻ അവർക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാനൊന്ന് ഫ്രഷപ്പായി. അപ്പോൾ ഹാമിക്ക് പുറത്തുനിന്ന് എന്തോ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ പുറത്തേക്ക് പോകാൻ നോക്കിയാണ്.
നല്ല രസമുണ്ട് കേട്ടോ. അധികം എരിവൊന്നുമില്ല, നല്ല പാകത്തിനാണ് മസാലയെല്ലാം സൂപ്പറായിട്ടുള്ള ഇതുണ്ടാക്കിയത്. ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ ഈ ഷോപ്പ് ഇതിൽ തന്നെ പാനിപ്പൂരിയൊക്കെ നല്ല ടേസ്റ്റിൽ പാനിപ്പൂരി ഉണ്ടാക്കും. അതേപോലെ അങ്ങനത്തെ ഇവിടെ ദഹി പൂരി, പാവഭാജി, ഇതൊക്കെ ഇവിടെ നല്ല ടോപ്പായിട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നൂഡിൽസ് കഴിക്കണമെന്ന് വിചാരിച്ച് പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ച് പിന്നെ ഈ പാവഭാജിയിലേക്ക് തിരിഞ്ഞത് കേട്ടോ. ആമിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കയറി. ചെറിയൊരു കടയാണ് ഇവിടെ, ഞാൻ അപ്പോൾ കാണിച്ചില്ല. ചെറിയൊരു വണ്ടിയാണ് സൈഡിൽ, നമ്മളെ വീടിൻ്റെ താഴെ തന്നെയാണ്. പക്ഷേ ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട് ഇങ്ങോട്ട് കഴിക്കാൻ, ഇവിടുത്തെ ടേസ്റ്റ് കാരണം. നമ്മുടേതായി റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ മോറ് ഷോപ്പുള്ളത്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓഫറുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്താ ഉള്ളതെന്നുള്ളത്. बस इतना ही. നല്ല ടേസ്റ്റുള്ളതാണ്, എൻ്റെ ഫേവറേറ്റ് ആട്ടോ അത്. ഇതിനുള്ളിൽ ചീസ്, ക്രീം, കൊൻസാ अच्छा है ये ले लो आप वो खा लो. ഇതിൽ ക്രീമും അതേപോലെ തന്നെ മറ്റേ ഇതുണ്ട്, വനില ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് സാധനം.